തേക്കടിയിൽ വന്നാൽ താമസിക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ പ്രോപ്പർട്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്, കസബല്ല റിസോർട്ട്. ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കോട്ടേജുകൾ. നിങ്ങൾ ഈ കാണുന്ന ഇത്രയും ഭാഗമേ ഉള്ളൂ, പക്ഷേ അതിമനോഹരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ തേക്കടിയിൽ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടത്തേക്കുള്ള ദൂരം ഹൈവേ നിന്നും. അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട് കേരള ബോർഡറിൽ നിന്ന് തന്നെ 1 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ പുറത്തെ ടൗണിൽ നിന്ന് ഇങ്ങനൊരു ഒരു ഹൈഡ് ഔട്ട് പ്ലേസ് എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട് ഒരു എന്താ പ്രകൃതിയോട് ഇണങ്ങി, വെള്ളച്ചാട്ടം എല്ലാം അവര് നിർമ്മിച്ചതാണ്, എന്നിരുന്നാൽ പോലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നമുക്ക് താമസിക്കാം. ഇവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ 4500 രൂപ മുതൽ കോട്ടേജുകൾ അവൈലബിൾ ആണ്. പിന്നെ സൂപ്പർ ഫുഡും അതെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫുഡ് ഏതാണ്, ഞാൻ ഓർഡർ ചെയ്ത ഫുഡുകളെല്ലാം കിടിലനാണ്. അത് ഞാൻ നിങ്ങളെ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ കാണുന്നതാണ്, ഇവിടെ ഡ്യൂപ്ലെക്സ് എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഒരു പ്രശ്നമുണ്ട്, ഇവിടെ 5 കോട്ടേജേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക. കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും മനോഹരമാണ്. അത് രാത്രിയിൽ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് പൊളിയാണ് സംഭവം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കും തേക്കടിയിൽ വന്നാൽ എന്താണ് കാണാനുള്ളതെന്ന്. ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്നിട്ട് വൈകിട്ട് തേക്കടിയിൽ നിന്ന് പോകാൻ വിചാരിക്കുന്നവർക്കൊന്നുമില്ല. അതല്ലാതെ 2 ദിവസത്തേക്കായിട്ട് തേക്കടിയിൽ വന്നാൽ ഫുൾ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. ഒന്ന് ഗവി, മനോഹരമാണ്, നല്ലതുമാണ്. പിന്നെ ഇവിടുന്ന് പോകാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലം സത്രം. ഇത് കാണേണ്ട സ്ഥലമാണ്. ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സത്രം മനോഹരമാണ്. ഓഫ് റോഡ് ജീപ്പ് സഫാരി തന്നെ കിടുവാണ്. മൂന്നാമത്തെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് സത്രം. മനോഹരമാണ്, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ആ സത്രത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു. അതല്ലാതെ പിന്നെ പോകാൻ പറ്റുന്നത് ഇവിടുത്തെ ബോട്ടിംഗ്, പ്രസിദ്ധമായ തേക്കടി ബോട്ടിംഗ്. അത് നിങ്ങൾ ഉച്ച സമയമൊന്നും എടുക്കരുത്. രാവിലത്തെ 7:30 ബോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് പോയിട്ട് വരാം. പിന്നീട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് തേക്കടിയിലെ എലിഫന്റ് ക്യാമ്പാണ്. അത് സൂപ്പറാണ്. പലപ്പോഴും എലിഫന്റ് ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ ചിലവർ ആനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറിയിട്ട് പോകും. പക്ഷേ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ആക്ടിവിറ്റി ഇവിടെ ഉള്ളതെന്നുള്ളത്. നിങ്ങൾ ഈ കാണുന്ന കഥകളി അല്ലെങ്കിൽ ഈ കളരിപ്പയറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങളെ ഇത് ഒരിക്കലും ബോറടിപ്പിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം 2 days എങ്കിലും എടുത്തിട്ടേ തേക്കടിയിലോട്ട് വരാവൂ. വന്നിട്ട് ഫുൾ കണ്ടിട്ട് പോകണം. അല്ല തേക്കടി രാവിലെ വന്നിട്ട് വൈകിട്ട് പോകരുത്, അതാണ് ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ഈ കസബല്ല റിസോർട്ടിന്റെ വിശേഷങ്ങൾ കാണാം. ഇതാണ് കസബല്ല റിസോർട്ട്. ഈ ഒരു റിസോർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടേക്കുള്ള ദൂരം. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നിങ്ങൾക്കറിയാം, അതിഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് പോലും ഈ മരങ്ങൾക്കിടയിലൂടെ ചൂടിനെ കടത്തിവിടില്ല. അതായത് നമ്മൾ വെയിൽ പോലും അറിയില്ല, അത്രമാത്രം നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടുത്തെ. അധികം ചൂട് നമുക്ക് തോന്നത്തേ ഇല്ല. അപ്പം ഞങ്ങൾ നിന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് ഈ ഒരു ചൂടത്ത് മാറി നിൽക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്ത സ്ഥലമാണ് കസബല്ല റിസോർട്ട്. ഈ കാണുന്ന അത്രയുമേ ഉള്ളൂ പ്രോപ്പർട്ടി. അതായത് 5 കോട്ടേജ് മാത്രമേ ഉള്ളൂ. ആ 5 കോട്ടേജിനെ മനോഹരമായിട്ട് അവരൊരു കാടിനിടയ്ക്ക് ഒരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ താമസിക്കുന്ന ഒരു ഫീല് നമുക്കുണ്ടാകും. അപ്പോൾ ഞങ്ങൾ 1 മാസം മുമ്പ് ഇത് ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്കാണെങ്കിൽ പനി പിടിച്ചപ്പോൾ വീണ്ടും ഞാൻ അടുത്തത് ഡേറ്റ് മാറ്റിയപ്പോൾ എനിക്ക് റൂം കിട്ടിയില്ല. പിന്നീട് കിട്ടിയത് ഈ ഒരു ടൈമിലാണ്. മനോഹരമായിട്ടുള്ള നിങ്ങൾക്ക് ട്രിപ്പ് പോകാൻ പറ്റുന്നത്, ഇപ്പോഴത്തെ ചൂടത്ത് പോകാൻ പറ്റുന്നത് ഈ ഒരു റിസോർട്ടായിരിക്കും. പ്രത്യേകിച്ച് നമുക്കിവിടെ ഒരു റൂമിന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഒരു റൂമിനാകുന്നത് 4500 രൂപയാണ്. അപ്പോൾ നൈറ്റ് ആംബിയൻസും ഇതുപോലെ തന്നെ നല്ല വൈബാണ്. നൈറ്റിൽ വേറൊരു ഒരു ഭംഗിയാണ് നമ്മുടെ ഈ കസബല്ലയ്ക്ക്. പകൽ കാണുന്നതിനെക്കാട്ടി ഭംഗി എനിക്ക് തോന്നിയത് നൈറ്റാട്ടോ. വേറൊരു വൈബ് ഫീൽ ചെയ്യും അവിടെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തേക്കടിയിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും രാവിലെ വന്നിട്ട് വൈകിട്ട് പോയിട്ട് തേക്കടിയിൽ എന്ത് കാണാനുണ്ട് എന്ന് ചോദിക്കുന്നവരാണ്. പക്ഷേ തുടക്കത്തിൽ കുറേ സ്ഥലങ്ങൾ നിങ്ങളെ കാണിച്ചു, അതല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി വരുന്ന തേക്കടി സീരീസാണ്. അപ്പോൾ തേക്കടിയിലുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 2 ദിവസം നിന്നാൽ മാത്രമേ തേക്കടിയിലുള്ള മുഴുവൻ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ ചൂടത്ത് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റിസോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കസബല്ലാണ്. പിന്നെ ഒരു പ്രശ്നമുള്ള 5 കോട്ടേജേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റൂമുകൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1 month കഴിഞ്ഞാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ആ ഡേറ്റിൽ ബുക്ക് ചെയ്താൽ നല്ലതായിരിക്കും. മോൾക്ക് ഇഷ്ടപ്പെട്ടു. ഇരുന്നാടിൻ്റെ ആ ഒരു ഊഞ്ഞാലിൽ അവൾ നിന്നാടുകയാണ്, എന്തോ ആണോ കാണിക്കുന്നത് അറിയില്ല. അപ്പോൾ അവൾക്ക് ഈ റിസോർട്ട്, അവൾക്ക് ആംബിയൻസ് ഉള്ള റിസോർട്ട് വേണം, തേക്കടി കാണണം, ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്താണ് തേക്കടി. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇതാണ്. ഇവിടുത്തെ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോർണിംഗ് ടൈമിൽ ഞാൻ കഴിച്ച ഇടിയപ്പവും വെജ് കുറുമയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈറ്റ് ടൈമിൽ ഞാൻ നിന്ന ദിവസങ്ങളിലൊക്കെ കഴിച്ചത് ചിക്കൻ ഫ്രൈഡ് റൈസും പെപ്പർ ചിക്കനുമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക, കിടുവാണ് കേട്ടോ. എൻ്റെ മോൾക്കും എനിക്കും ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫുഡാണ്. ഇനി നമ്മൾക്ക് റൂമുകളിലേക്ക് പോകാം. ഒരു റൂം നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഡ്യൂപ്ലെക്സ് റൂമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരു മുകളിലും താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് എടുത്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണിത്.
വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിന് മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ താഴെ എന്തായാലും റൂം കണ്ടു. അപ്പം മുകളിലത്തെ നിലയിലോട്ട് പോയിട്ട് മുകളിലത്തെ നിലയിലെ റൂം കൂടെ കാണാം. പക്ഷേ ഒരു പ്രത്യേക രീതിയിലാണ്, ഒരുപാട് റിസോർട്ടുകളിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട്, പക്ഷേ പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മുകളിലത്തെ നിലയിലുള്ള ബെഡ് ഇതായിരിക്കും. അതിനകത്ത് തന്നെ ഒരു പാലമൊക്കെ പണിതിട്ടുണ്ട്. താഴത്തെ ബെഡാണ് ഈ മുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് മുകളിലത്തെ ഭാഗം. ഈ മുകളിലത്തെ നിലയിൽ തന്നെ ഒരു ബ്രിഡ്ജ് പോലെ പണിതിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇരിക്കാനുള്ള കുറേ ഫെസിലിറ്റിയും ചാരുകസേരയൊക്കെ ആയിട്ട് പഴയ കാലത്തൊരു ചാരുകസേരയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റൂമിൽ തന്നെ ഒരു വെറൈറ്റി ഫീൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു ബിൽഡിങ്ങിൽ തന്നെ രണ്ട് ഫാമിലിക്കൊക്കെ, ഒരു ഫാമിലിയിൽ ഒരുപാട് പേർക്ക് താമസിക്കാൻ പറ്റുന്നതാണത്. ഇതിൻ്റെ വാഷ്റൂം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വാഷ്റൂം എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ 4500, കസബലയിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ 4500 രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ചോയ്സ് അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതാ റൂമിൻ്റെ ബാൽക്കണിയാണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് മുകളിലത്തെ നിലയിലുള്ള ബാൽക്കണിയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് രാത്രിയിലുള്ള വ്യൂ ആണ് നിങ്ങളെ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ചെറിയ കാടിനകത്ത്, പച്ചപ്പിനകത്ത്, ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ പച്ചപ്പ് കാണാൻ തന്നെ കുറവാണ്. ആ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നൈറ്റ് സമയത്ത് ക്യാമ്പ് ഫെയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനും മകളും, ഫൈസലൊക്കെ വീഡിയോ എടുക്കുകയാണ്, ഞാനും മകളും കൂടെ അതിൻ്റെ സൈഡിലിരുന്ന് കുറേ നേരം ഇരുന്നതിന് ശേഷം എല്ലാവരും ഇപ്പോൾ തേക്കടിയിൽ പല കാഴ്ചകളും കണ്ടിട്ട് ലേറ്റായി എത്താൻ വൈകിയവരുണ്ട്. പിന്നെ ഞാനും മകളും കുറേ നേരം, അവളും ഇപ്പോൾ ഒരു ലാസ്റ്റ് തായ്ലൻഡിൽ പോയതിന് ട്രിപ്പ് ഞാൻ കൊണ്ടുപോയില്ല, അതിന് ശേഷം വന്ന ട്രിപ്പാണിത്. തേക്കടിയിൽ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട്. പിന്നീട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈറ്റിലെ ഫുഡ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഫ്രൈഡ് റൈസും പെപ്പർ ചിക്കനുമാണ് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ അത് ട്രൈ ചെയ്യുക, ഒരിക്കലും നഷ്ടമാവില്ല. മനോഹരമായിട്ടുള്ള ആംബിയൻസും മനോഹരമായിട്ടുള്ള ഫുഡും, അങ്ങനെ തേക്കടിയെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നാളെ മുതൽ വരുന്ന തേക്കടിയിൽ ഓരോ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുമായിട്ട് ഒരു 8ഓളം സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം നാളത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നൈറ്റോട് കൂടി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചാണ്. അപ്പം വളരെ നല്ല 2 ദിവസങ്ങൾ സമ്മാനിച്ച കസബല്ലയ്ക്ക് വളരെയധികം നന്ദി. അപ്പോൾ നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ താഴെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം.